മഹാന്മാരുടെ ചിന്ത അങ്ങനെയായിരുന്നു. മഹാന്മാരെ ആദരിക്കേണ്ടവരെ ആദരിക്കണം സുഹൃത്തുക്കളെ, അവരുടെ പാത പിൻപറ്റണം സുഹൃത്തുക്കളെ, അവരെ മഹത്വപ്പെടുത്തണം സുഹൃത്തുക്കളെ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അതല്ലാതെ അവരെ പുകഴ്ത്തിക്കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാഹ്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദിസ സിർറുഹു, അദ്ദേഹത്തിന് മുഹയ്യിദ്ദീൻ എന്ന പേര് കിട്ടാൻ കാരണം ദീനിനെ ജീവിപ്പിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മുഹയ്യിദ്ദീൻ, ദീൻ ജീവിപ്പിച്ച വ്യക്തി. അസ്തമിച്ചു കടന്ന ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പരിശ്രമിച്ച മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഭയപ്പെട്ട മഹാനായിരുന്നു. അതാണ് അല്ലാഹു ഹാലിർ, അല്ലാഹു ഇവിടെയുണ്ട്, അല്ലാഹു ഷാഹിദ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, സാക്ഷ്യമാണ്. അല്ലാഹു നാലിർ, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു മഈ, അവൻ എന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. റാത്തീവും കഴിഞ്ഞ് രാത്രി പോകുന്ന വഴിക്ക് റോഡിൽ ഒരു തേങ്ങ കിടക്കുന്നു, ഉണക്കത്തേങ്ങ. പെതുക്കെ എടുത്ത് അങ്ങ് സൈക്കിളിന്റെ വിറകെടുത്ത് അങ്ങ് വെക്കും. എന്തോ ഇവൻ ദിക്റിയല്ലത്? അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാലിറായിരുന്നു ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും. അവൻ സാക്ഷ്യം വഹിച്ചു ഈ തേങ്ങ എടുത്തപ്പോഴും കണ്ടപ്പോഴും. അല്ലാഹു മഈ, ഇതെടുത്ത് ഞാൻ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അല്ലാഹു എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവൻ നാളെ വലിയാള് ചമഞ്ഞ് മുത്തഖിയായി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കടന്നു വരുമ്പോ പടച്ച തമ്പുരാൻ ചോദിക്കും, യൂതൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ വേളയിൽ ഓരോരുത്തരെ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും, അദ്ദി അമാനതക, മോനെ നിന്റെ അമാനത്ത് നീ നിറവേറ്റടാ. എന്താണ് എന്റെ അമാനത്ത്? ഓർത്തു നോക്ക്. ഇന്ന പാതിരാ സമയത്ത് ഇന്ന പുരയിടത്തിൽ കയറി കരിക്ക് വെട്ടിയിട്ട് തിന്നില്ലേ? ഇന്ന പള്ളിയിൽ വെച്ച് ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തപ്പോ ആദ്യമായിട്ട് ഇറങ്ങിപ്പോയി നല്ല ചെരുപ്പടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? ഇന്ന കടയിൽ നിന്നെ ജോലിക്ക് ഏൽപ്പിച്ചപ്പോൾ ആ ജോലിക്കാരനായി നിന്നുകൊണ്ട്, മുതലാളിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആസ്മയുടെ പണി നടത്തിയില്ലേ? ആസ്മ എന്ന് പറഞ്ഞ വലുവ്, പൈസയുടെ വലുവ്, റിയാലിന്റെ വലിവ്. പെതുക്കെ നീ വലിച്ച് അടിച്ചു മാറ്റിയില്ലേ? എത്രയെത്ര ബൈക്കുകൾ കൊണ്ട് നിരത്തി വെച്ചപ്പോ പെട്രോൾ ഊറ്റിയില്ലേ? എത്രയെത്ര സഹോദരങ്ങളുടെ വീട്ടിൽ കയറി റബ്ബർ ഷീറ്റ് മോട്ടിച്ചില്ലേ? എത്ര സഹോദരങ്ങൾ പള്ളിയിൽ മറന്നു വെച്ചിട്ട് പോയ വാച്ച് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ? പള്ളിയുടെ കാണിക്ക വഞ്ചിയിൽ ഇടാൻ വേണ്ടി ബസ്സിൽ നിന്ന് എറിഞ്ഞ പൈസ അത് നിന്റെ പോക്കറ്റിലേക്ക് നീ താഴ്ത്തിയില്ലേ? അദ്ദി അമാനതക, അതൊക്കെ ഇങ്ങോട്ട് വീട്ട്, ഇങ്ങോട്ട് വീട്ട്. അല്ലാഹു ചോദിക്കുകയാണ്. ഉടനെ ഇവൻ പറയും, ഐ റബ്ബി കൈഫ, പടച്ചവനെ ഞാൻ അത് എങ്ങനെയാണ് വീട്ടുന്നത്? ഖദ് ദഹബത്തി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ടു പോയല്ലോ. ദുനിയാവിലായിരുന്നെങ്കിൽ ഞാൻ മടക്കി കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് മടക്കി കൊടുക്കുക? അല്ലാഹ്, ദുനിയാവിലായിരുന്നേ ഉണക്കത്തേങ്ങാൻ കൊടുക്കാറുണ്ട്. വെറുതെ 3 രൂപയുടെ ഉണക്കത്തേങ്ങ എടുത്ത് പടച്ചവനെ ഇത്രയും നിസ്കരിക്കുക ഇബാദത്തും ചെയ്ത് ആ തേങ്ങാടെ പേരി ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നല്ലോ. അല്ലാഹ് ശപിക്കും. കാര്യമില്ല ശപിച്ചിട്ട്. അവിടെ തെങ്ങുമില്ല, പുരയിടമില്ല, ഇതൊന്നും കാണാനും പറ്റൂല. വല്ലവന്റെ മൊബൈൽ സുജൂദി കിടന്നപ്പം പതുക്കെ അടിയിൽ കൂടെ കൈയിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് പോവാ. പടച്ച തമ്പുരാനെ, തറാവീഹ് നമസ്കരിക്കാൻ വരുമ്പോൾ മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് വരണേ. കാണിരുന്ന് ഉറങ്ങിപ്പോയാൽ മൊബൈൽ കാണൂല. പിന്നെ പള്ളിയിൽ നിന്ന് കട്ടുകൊണ്ട് പോവാ, കൂലി കൂടുതൽ കിട്ടും ഇല്ലേ? പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ കൂലി കൂടുതൽ കിട്ടുമല്ലോ. ആലോചിച്ച് നോക്കി. എടുത്തോണ്ട് പോകുന്നതിന് ആരുടെയെങ്കിലും സാധനം എടുക്കുന്നില്ലെന്ന് ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. എടുത്തു മാറ്റിക്കൊണ്ട് പോകും, എന്നിട്ട് നിസ്കരിക്കും, ദുആ ചെയ്യും. ഓ എല്ലാം ഓക്കെ, അല്ലാഹ് എല്ലാം കണ്ടോണ്ടിരിക്കുക, അങ്ങ് വാ. അല്ലാഹ് എല്ലാം കണ്ടോണ്ടിരിക്കുക, നീ എടുക്കുന്നൊക്കെ. പക്ഷെ അല്ലാഹ് എന്താ ഒന്നും അറിയിക്കാത്ത എന്താ? നീ അങ്ങ് പരീക്ഷാ ഹാൾ, ഇത് പരീക്ഷാ ഹാളാണ്. പരീക്ഷാ ഹാളില് നമുക്കറിയാവുന്ന സാറാണ് അധ്യാപകൻ, അദ്ദേഹമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ സാറിന് ഏറ്റവും അടുത്ത ഒരു വിദ്യാർത്ഥി, സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി ഈ ചോദ്യങ്ങൾക്കെല്ലാം തെറ്റായ മറുപടിയെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സാറ് നോക്കും, അടുത്ത് പോയി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നടക്കുമല്ലോ, മൂപ്പിൽ അങ്ങോട്ട്. അപ്പൊ നോക്കുമ്പം ഇവൻ അടുത്ത് എഴുതുന്ന മൊത്തം തെറ്റാണ്, മൊത്തം തെറ്റാണ്. സാർ എന്തേലും പറയാൻ പറ്റുമോ?
അത് മാറ്റി എഴുത്, തിരുത്തി എഴുത്, അത് അങ്ങനെയാണോ ഇങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? പരീക്ഷാ ഹാൾ. എന്നാൽ ക്ലാസ് റൂമിലാണെങ്കിലോ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തെറ്റിയാൽ വീക്ക് കിട്ടൂല നല്ലത്. അതുകൊണ്ട് ഇത് പരീക്ഷാ ഹാളാണ്. നിങ്ങൾ ചെരുപ്പടിച്ച് മാറ്റണതും പൈസ അടിച്ച് മാറ്റണതും റബ്ബർ ഷീറ്റ് മോട്ടിക്കണതും തേങ്ങ എടുക്കണതും കരിക്ക് വെട്ടണതും പശുവിനെ അഴിച്ചുകൊണ്ട് പോണതും കോഴിയെ പിടിച്ച് അതിൽ നിന്ന് കോഴിക്കൂട്ടിൽ നിന്ന് എടുത്ത് രാത്രി ഫ്രൈ അടിച്ച് തിന്ന് പിന്നെ മറ്റേ മണിച്ചം വാട്ടറിൻ്റെ കൂടെ കുടിക്കുന്നതും ഇതെല്ലാം അള്ളാഹ് കാണുന്നുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചീനി കൃഷി നടത്തും. നേരം വെളുക്കുമ്പോൾ എല്ലാം പൊഴുതുകൊണ്ട് പോകും പഹയന്മാര്. ഇത് രക്ഷപ്പെടുവോ ഇവരൊക്കെ? ഇത് ഈ ചീനിയുടെ ഇതുമായിട്ട് മൂടുമായിട്ട് വരണം നാളെ ആഖിറത്തിൽ. ഇവ അള്ളാഹുടെ അടുക്ക പറ, പടച്ചവനെ ഒന്നും ഇല്ലല്ലോ അള്ളാഹ്, ദുനിയാവ് നഷ്ടപ്പെട്ടു, ഞാൻ ഇപ്പൊ എവിടുന്ന് എടുത്തു തരിക? എവിടുന്ന് അടുത്തെന്ന് കാണിച്ചു തരാം. ഉടനെ അല്ലാഹു തആല പറയും മലക്കുകളോട്, ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ, ഇവനെ ഹാവിയ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക. ഫയുൻതലഖു ബിഹി ഇലൽ ഹാവിയ, ഹാവിയയിലേക്ക് ഇവനെ തള്ളപ്പെടുമ്പോൾ അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് മുഖം കുത്തപ്പെട്ട നിലയിൽ വന്ന് കമിഴ്ന്നടിച്ച് വീഴുമ്പോൾ ഫയറാഹാ ഫയഅരിഫുഹാ കഹൈഅതിഹാ യൗമ ദുഫിഅത ഇലൈഹി. ഇവനിങ്ങനെ നോക്കുമ്പോ പടച്ച തമ്പുരാനെ അന്നടിച്ചു മാറ്റിയ തേങ്ങ, അന്നത്തെ മൊബൈല്, റിയാലുകള്, ദിർഹമുകള്, ഡോളറുകള്, പെട്രോള്, ഉണക്കത്തേങ്ങ, റബ്ബർ ഷീറ്റ്, കോഴി, ആട്ടുംകുട്ടി എല്ലാം നിരന്നിങ്ങനെ കിടപ്പുണ്ട്. ഇത് മുഴുവനും എടുത്ത് അവന്റെ തോൾ ഭുജത്തിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് നേരെ അള്ളാന്റെ അടുക്കലേക്ക് പിടിച്ച് കയറി വരും. എങ്ങനെയെങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ട മുതൽ കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന വ്യാജേന ഇവനിങ്ങനെ കയറി വരുമ്പോൾ അള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയും, ഏ അല്ലാ, ഇതാ ഈ ഉത്തരവാദിത്തപ്പെട്ട മുതലെല്ലാം എന്റെ ചുമലിലുണ്ട് തമ്പുരാനെ. അള്ളാന്റെ അടുക്കലേക്ക് അവൻ കാണിക്കുമ്പോ വീണ്ടും അള്ളാഹു പറയും, ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ, ആ പഹേനെ അടിച്ചു വീണ്ടും നരകത്തിലേക്ക് വലിച്ചെറിയുക. ഫയുൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ, വീണ്ടും അവനെ അടിച്ചു നരകത്തിലേക്ക് ഇടുകയാണത്രേ. അങ്ങനെ വീണ്ടും അവൻ അവസാനത്തെ തട്ടിലേക്ക് വന്ന് വീഴുന്നു. അതേപോലെ ആ ഒരവസ്ഥ ഹത്താ ബദൽ അബിദീൻ, തുടർച്ചയായി വിചാരിക്കും അവന്റെ ശിക്ഷ. പിന്നെ എടുക്കും, വീണ്ടും മുകളിലേക്ക് വരും, വീണ്ടും അടി താഴോട്ട് വരും, പിന്നെ എടുക്കും, മുകളിലേക്ക് പോകും, വീണ്ടും അടി താഴേക്ക് വരും. എന്തിനായി ഉണക്കത്തേങ്ങാക്ക് വേണ്ടി അടി കൊള്ളാൻ പോണത്? ഒഴിവാക്കി കൂടെ? വല്ലരും ആരുടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ടെങ്കിൽ കൊടുത്ത് വിട്ടേരെ. ചെരുപ്പ് ഇപ്പൊ നമ്മൾ പറയാൻ പറ്റൂല, കൊണ്ടുവന്നിട്ടിട്ട് അങ്ങ് മിണ്ടാതെ സ്ഥലം വിട്ടു, ചോദിക്കാൻ നിൽക്കണ്ട. സീറ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ, ആ പൈസ അവിടെ വീട്ടിൽ കൊണ്ടിട്ടേരെ, പറയാൻ പറ്റൂലല്ലോ. ഇല്ലെങ്കിൽ പരസ്യമായിട്ടൊരു പൊരുത്തം ചോദ്യര്, പരസ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ച്, അള്ളാഹു സഹോദരങ്ങൾ നമ്മളൊന്നും അങ്ങനെ ചെയ്ത് കാണത്തില്ല, ഒരു കളിപ്പി അതങ്ങനെ ചെയ്ത് കാണൂല. എങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പുറത്ത് തന്നേക്കണേ, ഞാൻ പൊറത്തിരിക്കുന്നു, നിങ്ങൾ എൻ്റെ എന്തെല്ലാം സാധനം എടുത്തിട്ടുണ്ടെങ്കിലും ഇയാളുടെ കയ്യിലും ഉണ്ടായിട്ട് വേണ്ടേ, അത് എന്തെല്ലാം എഴുതി, നിങ്ങൾ പൊരുത്തപ്പെട്ട്, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ എനിക്കും പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഓക്കെ. ഇല്ലെങ്കിൽ വല്ലാഹി അല്ലാഹുവാണ് സത്യം, നമ്മൾ ഈ ചെയ്യുന്ന അമൽ അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ്, ഒന്നിനും ഫായിദയില്ല. അതാണ് മഹാന്മാരായ മശായിഖന്മാർ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയെ ഭയന്നിട്ട് ഈ ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങിയത്. എന്താ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ? എന്താ? BA-യോ MBA-യോ MA-യോ MTech-ഓ? എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ? അവർ 2 ഡിഗ്രി എടുത്തിട്ടുള്ളൂ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയപ്പാട് വേണ്ട, പ്രയാസം വേണ്ട, ഖേദം വേണ്ട, ദുഃഖം വേണ്ട, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാണ്. അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അല്ലദീന ആമനൂ, അവർ വിശ്വസിച്ചവരായിരുന്നു. വകാനൂ യത്തഖൂൻ, തഖ്വയുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിയുടെ ബാപ്പയുടെ തഖ്വയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി ഒരു കോലത്തിൽ വരാൻ കാരണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് കഴിച്ചുപോയി.
പുഴയിലൂടെ ഒഴുകി വന്നാണ് കഴിച്ചുപോയി. പക്ഷെ ഇത് അള്ളാഹു ഇത് ആരുടേതാണ് പടച്ചവനെ. വാപ്പാക്ക് വെപ്രാളം. ജീലാനി റഹ്മത്തുള്ളാഹിയുടെ വാപ്പാക്ക് വെപ്രാളം. നേരെ ഓടി, ആ വരുന്ന വഴിയിൽ കരയിലൂടെ ഓടി പോയപ്പോൾ ഇന്ന ഒരു പുരയിടത്തിൽ കണ്ടു. അതിങ്ങനെ ഒരു ശിഖരം, ഒരു പഴത്തിന്റെ മരക്കൊമ്പ് വെള്ളത്തിലേക്ക് കിടക്കുന്നു. ഇതിൽ നിന്നായിരിക്കാം. മുതലാളിയെ കണ്ടു, ഇതിൽ നിന്നൊരു പഴം ഞാൻ എടുത്ത് തിന്നുപോയി, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇവിടെ ജോലി ചെയ്. സൂക്ഷ്മത കണ്ടോ? അവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത് വിശ്വാസ്യത പുലർത്തിയതിന്റെ പേരിൽ അദ്ദേഹം, ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ, വിവാഹം കഴിപ്പിച്ചു കൊടുത്ത തന്റെ ഫാത്തിമ എന്ന മകളുടെ ഓമന പുത്രനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബാപ്പായ്ക്ക് തഖ്വ ഉണ്ടായിരുന്നു, മോനും ഉണ്ടായി. മനസ്സിലായില്ലേ? അങ്ങനെ ജീവിച്ചത്, അതാണ് തഖ്വ. അല്ലാഹ് കൂടെ ഉണ്ട്. മൊയ്‌ദി ശൈഖ് റഹ്മത്തുള്ളാഹിയോടും ബാക്കി രണ്ട് മഹാന്മാരോടും ഒരു കോഴി അറുത്തു കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തുവിട്ട് ആരും കാണാതെ അറുത്തു കൊണ്ടുവരണം. രണ്ടുപേര് കാട്ടിന്റെ സൈഡിൽ പോയി നോക്കിയപ്പോൾ ആരുമില്ല, അറുത്തുണ്ടെന്ന്. മൊയ്‌ദി ശൈഖ് റഹ്മത്തുള്ളാഹി അതേപോലെ മടങ്ങിക്കൊണ്ട്, എന്താ ഉസ്താദ് ചോദിച്ചു, എന്തേ? അത് ആരെയും കാണാതെ അറക്കാൻ കഴിഞ്ഞില്ല, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നാളിരി. മനസ്സിലായോ? അള്ളാഹു